ചുമ. ചുമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ചുമ വന്നാൽ നിക്കാൻ ഭയങ്കര പാടാ. എല്ലാരും പറയാറുണ്ട് രാത്രി ഉറങ്ങാൻ കിടന്ന് കണ്ണടച്ചു തുടങ്ങുമ്പോഴത്തേക്കും ചുമ തുടങ്ങും. രാവിലെ വരെ ഉറങ്ങാൻ പറ്റില്ല. ചുമ തുടങ്ങിയാൽ ഇപ്പോഴത്തെ ചുമകൾ മുഴുവനും വല്ലാത്ത രീതിയിൽ നമ്മളെ ഒലച്ചു കളയണ, അല്ലെങ്കിൽ നമുക്ക് തീരെ അവശല നിലയിലേക്ക് എത്തിക്കണ രീതിയിലുള്ള ചുമകളാണ് നമുക്കിപ്പോ വരുന്നത്. ഓരോ സമയം കഴിയുമ്പോഴും അതിന്റെ ഇന്റൻസിറ്റി കൂടി കൂടി വരും ഓരോ സീസണിലും. അപ്പൊ ഇവിടെ അലർജിക് ടൈപ്പ് ഓഫ് ചുമകൾക്കും ചെസ്റ്റ് ഇൻഫെക്ഷൻ മൂലം വരുന്ന ചുമകൾക്കുമായിട്ട് കഫ് നിൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. കഫ് നിൽ എന്നുള്ള പേര് തന്നെ ഉണ്ട്. ചുമ ഇല്ലാണ്ടിരിക്കാം, കഫം ഇല്ലാണ്ടിരിക്കാം, ഏത് രീതിയിലും നമുക്കിത് എടുക്കാം. അതാണ് കഫ് നിൽ എന്ന് പറയുന്നത്. ഈ അലർജി നമുക്ക് പല രീതിയിൽ അലർജി ഉണ്ടാവാം. ചിലപ്പോൾ ചിലവർക്ക് ഭക്ഷണത്തിനകത്ത് ബ്രീത്ത് ചെയ്യണ ഡസ്റ്റ്, അതേപോലെ ചില പൂക്കൾ വിരിയണ സമയത്ത് അതിന്റെ പൂമ്പൊടി, ആ രീതിയിൽ, അങ്ങനെ പല രീതിയിലുള്ള അലർജി, സ്കിന്നിന് അലർജി, അങ്ങനെ ഓരോ അലർജിക് ടൈപ്പ് ഓഫ് ചുമ വരണേനും ഇത് ഭയങ്കര നല്ലതാണ്. ഈ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും നമുക്ക് പുറത്തുള്ള ഒരു വസ്തുവായിട്ട് ഒരു കണക്റ്റഡ് ആവാണ്ട് വരുമ്പോഴാണ് ഈ അലർജി വരുന്നത്. അതായത് നമുക്ക് എന്തോ പറ്റാത്തത് ആയിട്ട് ബോഡി റിയാക്ട് ചെയ്യണതാണ് ഈ അലർജി എന്ന് പറയുന്നത്. ഒരു പൊരുത്തക്കേടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അതിനെ ശരിക്കും. അപ്പൊ അതൊരു രോഗപ്രതിരോധ ആ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗമാണത്. ഓക്കെ. അപ്പൊ ഇതിന് നമ്മുടെ ബോഡിയിലൊക്കെ ഒരു ഗേറ്റ് കീപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു മാസ്റ്റർ സെൽസ് എന്ന് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ അലർജിക് ഇഷ്യൂസ് വരുമ്പോ അത് ബ്രേക്ക് ചെയ്തിട്ട് ഹിസ്റ്റമൈൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹിസ്റ്റമൈൻ ആണ് ഈ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ആന്റി ഹിസ്റ്റമൈൻ പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ഈ അലർജി തുടങ്ങുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള ആന്റി ഹിസ്റ്റമൈൻ പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് ഉറക്കം ഇല്ലാണ്ടാക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് പറ്റുന്നതല്ല, കാരണം അത് ഷുഗർ ബേസ്ഡ് ആണ് പല പ്രോഡക്റ്റും. ആൽക്കഹോൾ കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറെ ഇഷ്യൂസ് അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മാർക്കറ്റിനുള്ളതിൽ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കഫ്നിൽ. അപ്പൊ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എന്താണ് റൂട്ട് കോസ്, ആ കാരണത്തിൽ ചെന്ന് അവൻ ആക്ട് ചെയ്യും. കാരണത്തിൽ ചെന്ന് ആക്ട് ചെയ്തിട്ട് ഈ മാസ്റ്റർ സെൽസ് പൊട്ടുമ്പോഴാണ് ഹിസ്റ്റമൈൻ റിലീസ് ചെയ്യണത്, ഈ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഹിസ്റ്റമൈന് റിലീസ് ആവാതെ മാസ്റ്റർ സെൽസ് പൊട്ടാതെ നോക്കും. അതാണ് ഇത് ചെയ്യണം. അപ്പൊ ഈ ഹിസ്റ്റമൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടെങ്കിൽ തന്നെ അത് യൂറിനിൽ കൂടെ പുറം തള്ളാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ കഫ്നിൽ ചെയ്യണത്. ഇതിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് തുളസി. തുളസി നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, തുളസി വാട്ടിപ്പിഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് പനിക്കൂർക്കയും തുളസിയൊക്കെ വാട്ടിപ്പിഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. നമുക്ക് ചുമയും പനിയൊക്കെ വരുമ്പോൾ തുളസിക്ക് ഒരു ആന്റി ഇൻഫെക്ഷൻ, മറ്റേ ആന്റി ഇൻഫെക്ഷനും ആന്റി ബാക്ടീരിയലും അതുപോലെ മനസ്സ് കാം ഡൗൺ ചെയ്യാനും ഒക്കെ ഭയങ്കര എന്താ പറയുക കഴിവുള്ള ഒരു ഹെർബാണ് തുളസി. ആടലോടകം നമുക്ക് അല്ലെങ്കിലും അറിയാം. ആടലോടകം നമ്മൾ കഫക്കെട്ടിനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്, വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നതാണ്. അത് കഫം പുറം തള്ളാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇരട്ടി മധുരം ഉണ്ട്. ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടാനായിട്ട്, ഈ ഇച്ചിങ് ചൊറിച്ചിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് നമുക്ക് ചുമ വരില്ലേ, അതില്ലാണ്ടിരിക്കാനും, പിന്നെ ഈ നമ്മുടെ കഫ്നിലിന്റെ ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും, പിന്നെ ആന്റി അലർജിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതിനുണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഈ ഇരട്ടി മധുരം വളരെ നല്ലതാണ്. പിന്നെ പിപ്പലി ഉണ്ട്, അത് ആന്റി ബാക്ടീരിയൽ ആണ്. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്തേക്കണ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ ആ ഹെർബ്സിന്റെ മുഴുവനും ഇരട്ടി ഗുണം ഉണ്ടാക്കാനായിട്ട് ഏത് പ്രോഡക്റ്റിന്റെ കൂടെ പിപ്പലി ചേർക്കണോ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ തച്ചോലം എന്ന് പറഞ്ഞിട്ടൊരു ഹെർബ് ഉണ്ട്. അത് ആന്റി ഇൻഫെക്ഷസും ആന്റി അലർജിയാണ്. പുതിന ഉണ്ട്. നമുക്കറിയാം പുതിന നമ്മുടെ തൊണ്ടയ്ക്ക് വളരെ നല്ലതാണ്. ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് തരും. അതും ആന്റി ഇൻഫെക്ഷ്യസ് ആണ്. അപ്പൊ പിന്നെ വരുന്നത് ഈ ബ്രില്യൻ കോമ്പിനേഷൻ ആണ് നമ്മുടെ കഫ്നൽ. ഓക്കെ. അപ്പൊ ഇത് ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളതാണ്. അലർജിക് കഫുള്ള എല്ലാവർക്കും നമുക്കിത് കഴിക്കാം. അതായത് എന്താ പറയുക, സോളൻ ത്രോട്ട് എന്ന് പറയും. തൊണ്ടയ്ക്ക് നമ്മൾ അറിയില്ല, ഇങ്ങനെ വിങ്ങിയിരിക്കണ ഒരവസ്ഥയുള്ളത്, സിവിയർ ആയിട്ടുള്ള ഇറിറ്റേഷൻസ് തൊണ്ടയിലുള്ള ആൾക്കാര്, എപ്പോഴും ചുമ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, തൊണ്ട വേദനയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് കഴിക്കാം. പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ മൂലം വരുന്ന
ചുമ, ചെസ്റ്റ് ഇൻഫെക്ഷൻസ് മൂലം വരുന്ന ചുമ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുക, അത് ശ്വാസ തടസ്സം കാരണം ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുക, പിന്നെ ചുമച്ച് ചുമച്ച് ഭയങ്കര ടയേർഡായി നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് നമ്മുടെ കഫ് നെല്ല്. പിന്നെ അലഞ്ഞിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു അലർജി മൂലം ഉണ്ടാവുന്ന ചുമ, അതേപോലെ മറ്റേ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വിൻ പൈപ്പ്, അതായത് നമ്മുടെ തൊണ്ട ഇങ്ങനെ ഡ്രൈ ആയിട്ടൊരു തരം ചുമ വരില്ലേ, അങ്ങനത്തെ ചുമയ്ക്കും. പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, നമുക്കൊരു ഒരു ഒരു വീസിങ് പോലെ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട് പോലത്തെ ഒരു ഇഷ്യൂ, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഈ നമ്മുടെ ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ചുമയുള്ളപ്പോൾ കഴിക്കുന്ന പോലെ തന്നെ ഈ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഒരു കോഴ്സ് പോലെ കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച കഫത്തിനെയും പുറത്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമൂലം വരുന്ന ഇപ്പൊ നമുക്ക് സൈനസിന്റെ ഇഷ്യൂസ് ഒക്കെ കൂടുന്ന ആൾക്കാർക്ക് ഈ കഫം കെട്ടിക്കിടന്നു വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ദുഷിച്ച കഫത്തിനെ പുറത്ത് കളയാനായിട്ടും ഈ അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഈ കഫ് നെല്ല് കഴിക്കാവുന്നതാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ചുമയ്ക്കും നമുക്ക് കഴിക്കാം, ഒരു സൈഡ് ഇഫക്റ്റും നമുക്കില്ല. ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ നോർമലി ഏത് കഫ് സിറപ്പ് കഴിച്ചാലും ബൈക്ക് ഓടിക്കരുതെന്ന് പറയും. കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെയും രാത്രി തൊട്ട് രാവിലെ വരെ ഒക്കെ ഉറക്കായിരിക്കും ചുമയുടെ മരുന്ന് കഴിച്ചാൽ. കാരണം അതിനകത്തുള്ള ആൽക്കഹോൾ കണ്ടന്റ് അത്രയുണ്ട്. നമ്മളെ ഉറക്കി കിടത്തണമെന്നേ ഉള്ളൂ, നമ്മുടെ ചുമ ഉറങ്ങണോണ്ട് നമ്മൾ ചുമക്കാത്തതായിരിക്കാം. അപ്പൊ ചുമയെ നമ്മൾ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത ഒരു കഫ് നെല്ലാണ്. കൂടാണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഫേവറബിൾ ആണ്, അവർക്കും കഴിക്കാവുന്നതാണ്. അപ്പൊ മൾട്ടി ആക്ഷൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്, ആന്റി അലർജിക് ആക്ടിവിറ്റി ഉണ്ട്, ത്രോട്ട് ഇറിറ്റേഷൻ ഉള്ളവർക്ക് അതിനെ റെഡ്യൂസ് ചെയ്യണം, പിന്നെ പഴുത്തിരിക്കണ ത്രോട്ട് ആയിട്ടുള്ള തൊണ്ട പഴുത്തിരിക്കണ ഇഷ്യൂസ് വന്നവർക്ക് അത് കുറയ്ക്കുന്നു, പിന്നെ കഫത്തിനെ ഇളക്കി കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കോമൺ ചുമയ്ക്കും ഇത് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റിക് പേഷ്യൻസിന്, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വളരെ സേഫ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. 100% നാച്ചുറൽ ആണ്. പിന്നെ 9 ഹെർബ് കോമ്പിനേഷൻ ആണ് ഇതിനകത്തുള്ള. ഇത് ഹിസ്റ്റമൈൻ റിലീസിനെയും മാസ്റ്റർ സെൽസ് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ്. 60% ആൾക്കാരും മിക്കവാറും ഡോക്ടറിനെ കാണില്ല, ഒരിക്കൽ തന്നേക്കണ ഏതെങ്കിലും ഒരു മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചുമയോ ഏത് ചുമയോ ഒന്നും അറിയില്ല, അതിന്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് അറിയില്ല, അങ്ങനെ പൊക്കോണ്ടിരിക്കണതാണ്. അപ്പൊ ഈ പല മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളും പല രീതിയിലും ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്കുണ്ട്. അപ്പൊ പലതും ബാൻഡ് ആണ്, പലതും സൈഡ് എഫക്ട്സ് ഉണ്ട്, ആൽക്കഹോൾ കണ്ടന്റിന്റെ അളവ് പലതിലും ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കാണ്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മുടെ കഫ് നെല്ല് വളരെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ത്രോട്ട് അല്ലെങ്കിൽ TB അല്ലെങ്കിൽ ന്യൂമോണിയ, പിന്നെ അങ്ങനത്തെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. 1-2 ആഴ്ച കഴിഞ്ഞിട്ടും ചുമ മാറിയില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറിനെ കാണണം. കാരണം അതൊരു അലർജിക് ചുമയോ ഒരു കഫക്കെട്ടിന്റെ ചുമയോ അല്ലെങ്കിൽ നമുക്കൊരു പനിയുടെ കൂടെ വന്ന ചുമയോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. ആ ചുമയ്ക്ക് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും, ആ ചുമയുടെ പുറകിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറിനെ കാണേണ്ടതാണ്.